കൊട്ടാരക്കര മർത്തമ്മ ഹൈസ്കൂൾ ഫോർ ഗേൾസ്. ഈ സ്കൂളിലെ SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിൻ്റെ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കൂളിലേക്ക് എത്തുന്നത്. കൊട്ടാരക്കരയുടെ നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗേൾസ് ഹൈ സ്കൂളാണ്. ഈ ചുറ്റുപാട് ഒരുപാട് സ്കൂളുകളിൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കൊട്ടാരക്കര മർത്തമ്മ ഗേൾസ് ഹൈ സ്കൂളിൽ ഒരു ഫംഗ്ഷന് വേണ്ടി എത്തുന്നത്. ഇവിടുത്തെ ബഹുമാന്യായ പ്രിൻസിപ്പൽ ജേക്കബ് എബ്രഹാം സാറാണ്. സാറ് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് സാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ എത്തി ഞാനൊരു 10 മണിയോട് കൂടി തന്നെ ഓഫീസിലെത്തി. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ പ്രിയ സുഹൃത്തും കൊട്ടാരക്കര അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറുമായ പ്രിയപ്പെട്ട മനോജ് സാറിൻ്റെ കെയർ ഓഫിലാണ് ഞാനിവിടെ എത്തിയത്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാസുദേവൻപിള്ള സാറും SPCയുടെ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞങ്ങളവിടെ ഓഫീസ് റൂമിലിരുന്നു സംസാരിച്ച അല്പസമയം. അതിനുശേഷം ഒരു 10:30 കൂടിയാണ് ഈ ചടങ്ങ് ഔദ്യോഗിക ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോകുന്നത്. ഇനിയും വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേരാനുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരാനുണ്ട്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര CI SHO, അതായത് നമ്മുടെ ഡയറക്ടർ സാറ്, അദ്ദേഹത്തിന് ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള ഓഫീസേഴ്സൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മർത്തമ ഗേൾസ് ഹൈസ്കൂളിലെ ആദ്യ SPCയുടെ യൂണിറ്റാണ് ഇവിടേത്. അതിൻ്റെ ഒരു 3 ദിവസത്തേക്കുള്ള ക്യാമ്പിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. നല്ല ഏകദേശം 45ഓളം കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു യൂണിറ്റിൽ. അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വലിയ ഹൃദ്യമായ ഒരു സ്വീകരണമൊക്കെയാണ് നൽകിയത്. അതിനുശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. അവിടെ ഈ പ്രസംഗിച്ചെടുക്കുന്ന ഫിൽബി മാത്യു, അദ്ദേഹം അധ്യാപകനാണ്. ആദ്യം ഞാൻ വിചാരിച്ച സ്കൂളിലെ സ്റ്റുഡൻ്റാണെന്നാണ് ഞാൻ കരുതിയത്. കാരണം ചെറിയ പയ്യൻ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ അവൻ്റെ മോനെന്ന് വിളിച്ചു. മോനെ എൻ്റെ ചോദിച്ചാൽ സാറ് ചായ വേണോ? ഞാൻ പറഞ്ഞു വേണ്ട മോനെ, ചായ വേണ്ട. പിന്നെയാണ് മനസ്സിലായത് ഫിൽബിൻ അവിടുത്തെ അധ്യാപകനായിരുന്നു എന്ന്. പിന്നെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ജേക്കബ് എബ്രഹാം സാറിൻ്റെ പ്രസംഗമാണ്. സാറും ഒരു കലാകാരനാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കൊട്ടാരക്കര വനിതാ സബ് ഇൻസ്പെക്ടർ ആതിര മാഡം, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ സന്തോഷ് സാറ്, PR വർക്കൊക്കെ സാറാണ്. പിന്നെ എൻ്റെ ഒഴിവായിരുന്നു നമ്മുടെ SPCയുടെ ക്യാമ്പിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഉദ്ഘാടനത്തിന് ശേഷം പ്രിയപ്പെട്ട വാസുദേവൻപിള്ള സാർ എന്ന് പറഞ്ഞു, സതീഷ് 2 മിമിക്രിയുടെ കാണിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. പിന്നെ നമ്മുടെ ആ കുട്ടികൾക്ക് വേണ്ടി 1-2 മിമിക്രി പ്രകടനങ്ങൾ കാഴ്ചയൊക്കെ. അതിനുശേഷം ബാക്കിയുള്ള ഓഫീസേഴ്സിൻ്റെയൊക്കെ പ്രസംഗമായിരുന്നു. അതിനുശേഷം ബഹുമാന്യായ കൊട്ടാരക്കര വനിതാ സബ് ഇൻസ്പെക്ടർ ആതിര മാഡത്തിൻ്റെ മനോഹരമായ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. 3 ദിവസമാണ് ഈ ക്യാമ്പ് ഈ സ്കൂളിൽ നടക്കുന്നത്. അതിനുശേഷം ബഹുമാന്യായ സബ് ഇൻസ്പെക്ടറായിരുന്നു, അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി, വാസുദേവൻപിള്ള സാറിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നീട് ബഹുമാന്യായ കൊട്ടാരക്കര ട്രാഫിക് SI നജീം സാറിൻ്റെ ഒരു മനോഹരമായ പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട PTA പ്രസിഡൻറ്റ് ജോൺ പി സക്കറി സാറ്, അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചർ ജിഷമോൾ. ടീച്ചറിൻ്റെ വീടും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതിനുശേഷം അവിടുത്തെ കുട്ടികളുമായി ഒരു ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തു. SPCയുടെ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു.